ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിൽ ചിക്കൂസ് വെച്ച് ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിനാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ വീട്ടിലുള്ള ചിക്കൂസിൻ്റെ മരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് പഴുത്തത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. ആണല്ലോ, ഇതൊക്കെ ഏകദേശം ഒന്ന് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതെന്ന് മാത്രം. അപ്പോൾ ഇതാ നിറയെ പൂക്കളൊക്കെ ഉണ്ട്. മാഷാല്ലാ മാഷാല്ലാ, അത്യാവശ്യം നല്ലതുപോലെ തന്നെ കായ്ക്കുന്ന ഒരു മരമാണ് കേട്ടോ. മാഷാല്ലാ, ഉണ്ടല്ലോ ചെറിയ ചിക്കൂസും വലിയതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും ഏകദേശം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ടൊക്കെ നന്നായിട്ട് തന്നെ പഴുത്ത് വരും. നല്ല മധുരമുള്ള ചിക്കൂസാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലില്ലാത്തവരാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാനും കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചൈന ഗ്രാസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ചൈന ഗ്രാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ 10 ഗ്രാം ചൈന ഗ്രാസും ഒരു പാക്കറ്റ് പാലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 500 മില്ലി പാലാണ്. ഒരു 10 ഗ്രാം ചൈന ഗ്രാസിലേക്ക് ഒരു പാക്കറ്റ് പാല് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ചൈന ഗ്രാസ് അപ്പോൾ ഇതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ. ഓവർ നേരം കഴുകിയെടുക്കൊന്നും ചെയ്യരുത്, മെൽറ്റായി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അലിയിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി എടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇവിടെ നിന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ചിക്കൂസ് എടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം മീഡിയം സൈസിലുള്ള ഒരു 9 ചിക്കൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അതിൽ തോലും കുരുവൊക്കെ കളഞ്ഞിട്ട് പൾപ്പ് മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ ചിക്കൂസിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എടുത്ത് വെച്ചതാണ്. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചിട്ടെടുക്കണ്ട. അത് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പൾപ്പിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കണ്ട. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു മെഷർമെൻറ്റ് അറിയാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് അളന്നെടുക്കുകയാണ്. അപ്പോൾ ഇതാ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കൂടെ നമുക്കൊന്ന് എത്രയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് 2 കപ്പ് പൾപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വെക്കാം, ലാസ്റ്റ് ഒരു ഡെക്കറേഷൻ കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ജാറിലേക്ക് എടുത്ത് വെച്ച പാക്കറ്റ് പാലുണ്ടല്ലോ, ആ പാലിൽ നിന്നും ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും, നല്ല പഴുത്തതാണല്ലോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഏത് ഫ്രൂട്ട്സ് ആയാലും അത് ആദ്യം തന്നെ ഒന്ന് അരച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. ആ ഒരു സ്റ്റെപ്പ് ആദ്യം തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു അടുപ്പത്തേക്ക് പാലും ഒരു ഭാഗത്തേക്ക് ചൈന ഗ്രാസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലും ചൈന ഗ്രാസും ഒരേ ടൈമിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്യുമ്പോൾ രണ്ടിനും ഒരേ ചൂട് തന്നെ ഉണ്ടാവണം, എപ്പോഴാണ് കറക്റ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ പാല് തിളപ്പിക്കാൻ വെക്കുന്ന സമയം തന്നെ നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റാക്കാനും കൂടി വെക്കണം. ഇനിയിപ്പോൾ ആ പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുഡിങ്ങൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇതാ ആ ഇടയിൽ ചൈന ഗ്രാസ് ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ചൈന ഗ്രാസ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഫ്ലെയിം കൂടുതലാക്കി കൊടുക്കരുത്, പെട്ടെന്ന് അടുക്കി പിടിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതാ ചൈന ഗ്രാസ് ഏകദേശം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തതല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഉണ്ടല്ലോ, കട്ടയൊന്നുമില്ലാതെ തന്നെ മെൽറ്റായിട്ടുണ്ട്. ഇനി ആ പാലും അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കറക്റ്റായിട്ടുള്ള ചൂടിൽ തന്നെ ആവണം. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ ഫ്ലെയിമൊന്നും ഓഫാക്കിയിട്ടില്ല. അപ്പോൾ ഇതാ പാൽ ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക്
ആ ചൈന ഗ്രാസ് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഡയറക്റ്റായിട്ട് ആ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി പുറത്തേക്കൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അരിപ്പയിലൂടെ ഒന്ന് ചൈന ഗ്രാസ് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ഇനിയിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ, അരിച്ചെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ കണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടുള്ള മധുരം ഉണ്ടാകും നോക്കുക. അത്യാവശ്യം മധുരം ഉണ്ടായിക്കോട്ടെ, എങ്കിലാണ് കേട്ടോ തണുപ്പൊക്കെ ആയി വരുന്ന സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ 2-3 മിനിറ്റ് ഒരു കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച ആ ഒരു പൾപ്പുണ്ടല്ലോ, ആ ചിക്കൂസിൻ്റെ ജ്യൂസ്, അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ, സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിത് സേവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങളത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്, ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. കണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ടുള്ളൊരു പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് പാലും ജ്യൂസും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പിരിഞ്ഞ പോലെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം, എന്നാൽ ഓവർ ചൂടാറാൻ നിൽക്കരുത്, കട്ടയായി പോകും. ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്താൽ കറക്റ്റ് സ്മൂത്തായിട്ടുള്ള പരുവത്തിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത എല്ലാ പാത്രത്തിലേക്കും ചേർത്ത് കൊടുക്കുകയാണ്. ഇനിത് കുറച്ച് ടൈം ഒന്ന് വെച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ചൂടോട് കൂടെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഞാനിപ്പോൾ മുഴുവൻ ബാറ്ററും ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. 2-3 മണിക്കൂർ മതിയാകും കേട്ടോ. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഈ ഒരു രീതിയിൽ വെച്ചാൽ തന്നെ ഇത് സെറ്റായി കിട്ടും, ചൈന ഗ്രാസ് ഉള്ളതുകൊണ്ട്. പക്ഷെ നന്നായിട്ട് തന്നെ തണുപ്പിച്ചതിന് ശേഷം കഴിക്കാനുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മാറ്റി വെച്ച പീസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്, നല്ലതുപോലെ തന്നെ തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുത്തിട്ട് കഴിക്കാൻ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് പീസാക്കിയിട്ട് ചേർത്ത് കൊടുത്താലുണ്ടല്ലോ, കഴിക്കുന്ന സമയത്ത് ഇടയിലൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും കേട്ടോ. അതിന് പകരം നട്ട്സൊക്കെ പൊടിച്ചിട്ടും ചേർത്ത് കൊടുത്താലും നമുക്ക് ഈ കഴിക്കുന്ന സമയത്ത് ഇടയിലൊന്നും ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും കേട്ടോ. ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ക്യാരറ്റ് പുഡിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.